എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വിഷുക്കണി എങ്ങനെ ഒരുക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത്. കണിയൊരുക്കുന്നതിന് കൃത്യമായ ചിട്ടകളുണ്ട്. പ്രാദേശികമായി ചില ഭേദഗതികൾ ഉണ്ടാകാം, എങ്കിലും പൊതുവായി എങ്ങനെ കണിയൊരുക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇത്. ഓരോ വസ്തുവും സത്വ, രജോ, തമോ ഗുണങ്ങളുള്ളവയാണ്. കണിയൊരുക്കാൻ സത്വഗുണങ്ങളുള്ളവ മാത്രമേ ഉപയോഗിക്കാവൂ, അത് മാത്രമേ പരിഗണിക്കാവൂ. ആദ്യം വിഷുക്കണിക്ക് ഒരുക്കേണ്ട ദ്രവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിളക്ക്, തേച്ചു വൃത്തിയാക്കിയ നിലവിളക്കാണ് ആദ്യമായി വേണ്ടത്. ഓട്ടുരുളി, ഉണങ്ങല്ലരി, നെല്ല്, നാളികേരം, സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി, അതായത് പഴുത്ത് പാകമായ ഒരു കേടുപാടുകളും കൂടാതെ കിട്ടുന്ന കണിവെള്ളരിയാണ് ഉപയോഗിക്കേണ്ടത്. ചക്ക, മാങ്ങ, മാമ്പഴം, കദളിപ്പഴം, വാൽക്കണ്ണാടി, ആറന്മുള ലോഹക്കണ്ണാടിയാണെങ്കിൽ അത്യുത്തമം, കൃഷ്ണവിഗ്രഹം, കണിക്കൊന്ന പൂവ്, എള്ളെണ്ണ. എണ്ണയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കടകളിൽ നിന്നും വിളക്കെണ്ണ എന്ന പേരിൽ വാങ്ങിക്കാൻ കിട്ടുന്ന എണ്ണ ഒരു കാരണവശാലും കണിയൊരുക്കുവാനോ അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുവാനോ ഒന്നിനും ഉപയോഗിക്കരുത്. തിരി, കോട്ടൺ കോടിമുണ്ട്, ഗ്രന്ഥം, നാണയങ്ങൾ, സ്വർണം, കുങ്കുമം, കൺമഷി, വെറ്റില, അടയ്ക്ക, ഓട്ടുകിണ്ടി, വെള്ളം. ഇനി വിഷുക്കണി എങ്ങനെ ഒരുക്കാം എന്ന് നോക്കാം. ഓട്ടുരുളിയിലാണ് നമ്മൾ കണി ഒരുക്കാനുള്ള ഓരോരോ സാധനങ്ങൾ ഒരുക്കി വയ്ക്കേണ്ടത്. ഉരുളി വളരെ നന്നായി തേച്ചു വൃത്തിയാക്കണം. ഉണക്കല്ലരിയും നെല്ലും ചേർത്ത് ഉരുളിയുടെ പകുതിയോളം നിറയ്ക്കുക. ഇതിൽ നാളികേരമുറി വെക്കണം. നാളികേരമുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവ് ചിലയിടങ്ങളിലുണ്ട്. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച്, നിങ്ങളുടെ നാട്ടിൽ എപ്രകാരമാണോ അതിൻ്റെ ചിട്ട അതിനനുസരിച്ച് ചെയ്യുക. സ്വർണ്ണവർണ്ണത്തിലുള്ള കണിവെള്ളരി ഇതിനോടൊപ്പം വയ്ക്കണം. ചക്ക, മാങ്ങ, കദളിപ്പഴം എന്നിവയാണ് പിന്നീട് വെക്കേണ്ടത്. ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണെന്നാണ് വിശ്വാസം. മാങ്ങ സുബ്രഹ്മണ്യ സ്വാമിക്കും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ്. ഇത്രയുമായാൽ പിന്നീട് വെക്കേണ്ടത് വാൽക്കണ്ണാടിയാണ്. സാക്ഷാൽ ശ്രീ ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക്. കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണ് ഇത്. സ്വത്തും തിരിച്ചറിയുക എന്ന സങ്കല്പവും ഇതിനോടൊപ്പം ഉണ്ട്. അടുത്തത് കൃഷ്ണവിഗ്രഹം. ഇതിനടുത്ത് വയ്ക്കാം. എന്നാൽ ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കാൻ ഇടവരരുത്. തൊട്ടടുത്ത താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തൊട്ടുകളും സ്വർണവും വയ്ക്കണം. കുങ്കുമച്ചെപ്പും കൺമഷിക്കൂട്ടും ഇതിനോടൊപ്പം വയ്ക്കുന്നവരുമുണ്ട്. നാണയത്തൊട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനുമൊപ്പം വേണം വയ്ക്കാൻ. ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും. ഗ്രന്ഥം സരസ്വതി ദേവിയെ കുറിക്കുന്നു. പച്ചക്കറികൾ, അതുപോലെ പച്ചക്കറികളുടെ വിത്തുകൾ ഇവ വയ്ക്കുന്നതും നല്ലതാണ്. കണി കണ്ടതിന് ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു, എന്നാൽ ഇന്നും ചിലയിടങ്ങളിൽ ഉണ്ട്. ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു വയ്ക്കണം. ജീവന്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാവണം കണി കാണേണ്ടത്. ഓട്ടുകിണ്ടി നമ്മുടെ ശരീരമായും അതിനുള്ളിലെ ജലം നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യമായുമാണ് സങ്കല്പിക്കുന്നത്. കൃത്യമായ ചിട്ടകളോടുകൂടി ഇപ്രകാരം കണിയൊരുക്കി നമുക്ക് സർവ്വ ഐശ്വര്യത്തെയും വരവേൽക്കുന്നതിനായി കാത്തിരിക്കാം. എല്ലാവർക്കും വിഷു ആശംസകൾ.